ഓം നമോ നാരായണായ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാന്റെ കൃപാകടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. ഉണ്ണിക്കണ്ണൻ്റെ പാൽ പുഞ്ചിരി പൊഴിയുന്ന മുഖം എല്ലാവരുടെ മനസ്സിലും മിന്നിത്തിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി 4-ാമത്തെ ശ്ലോകം നോക്കാം നമുക്ക്. ഇപ്പോൾ 3-ാമത്തെ ശ്ലോകത്തിൽ ആ താമരപ്പൂവിൻ്റെ മഹാസമുദ്രത്തിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന താമരപ്പൂവിൻ്റെ ആശ്രയമില്ലാതെ കണ്ട താമരപ്പൂവിൻ്റെ നാളരന്ധ്രാധ്വന തണ്ടിൻ്റെ ഉള്ളിലുള്ള സുഷിരത്തിൽ കൂടി കീഴ്പോട്ട് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ആശ്രയം കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഭഗവാന്റെ അതിമനോഹരമായ ആ തിരുവുടൽ കണ്ടെത്താൻ ബ്രഹ്മാവിന് കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് 4-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. തതസ്സകല നാളിക വിവരമാർഗോ മാർഗയൻ പ്രയസ്യ ശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണയേകാഗ്രധീഃ സമാധിബലമാദധേ ഭവതനുഗ്രഹൈകാഗ്രഹീ. തതഃ സകലനാളിക വിവരമാർഗഗഃ മാർഗയൻ ശതവത്സരം പ്രയസ്യ കിമപി ന ഏവ സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ സുഖനിഷണ്ണഃ ഏകാഗ്രധീഃ ഭവതനുഗ്രഹൈകാഗ്രഹീ സമാധിബലം ആദധേ. തതഃ അനന്തരം സകല നാളിക വിവരമാർഗഗഃ എന്ന് പറഞ്ഞാൽ ആ താമരത്തണ്ടിൻ്റെ സകല ദ്വാരങ്ങൾ വഴിക്കും പോയി അന്വേഷിച്ചിട്ടും. അപ്പോൾ ആ താമരപ്പൂവിൻ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിൻ്റെ താഴോട്ടുള്ള തണ്ടുകൾ, ഇലകൾ, അതിൻ്റെ എല്ലാ ദ്വാരങ്ങളിൽ എല്ലാ തണ്ട് വഴിയും പോയി അന്വേഷിച്ചു. മാർഗയൻ എല്ലാ മാർഗത്തിൽ കൂടിയും പോയി അന്വേഷിച്ചു. ശതവത്സരം പ്രയസ്യ. ഇങ്ങനെ ശതം 100 100 വത്സരം പ്രയാസപ്പെട്ടിട്ടും പ്രയാസപ്പെട്ടിട്ടും കിമപി നയേവ ദൃഷ്ടവാൻ സംദൃഷ്ടവാൻ കിമപി എന്നിട്ടും ഈ ശതവത്സരം പ്രയത്നിച്ചിട്ടും എന്തെങ്കിലും കണ്ടോ? ഒന്നും തന്നെ കണ്ടെത്തുകയുണ്ടായില്ല. ന ഏവ സംദൃഷ്ടവാൻ ഒന്നും തന്നെ കാണുകയുണ്ടായില്ല. സംദൃഷ്ടവാൻ നിവൃത്യ കമലോദരേ. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? ഒന്നും കാണാത്തതുകൊണ്ട് തിരികെ താമരപ്പൂവിൻ്റെ ഉള്ളിൽ വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളും അങ്ങനെ തന്നെയല്ലേ, എന്തിനെങ്കിലും പുറപ്പെട്ടിട്ട് സാധിച്ചില്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇരിക്കുന്നത് പോലെ ബ്രഹ്മാവും തിരിച്ച് സുഖനിഷണ്ണഃ സുഖമായി പൂവിനുള്ളിൽ വന്ന് കമലോദരെ കമലത്തിൻ്റെ ഉദരത്തിൽ വന്ന് സുഖനിഷണ്ണഃ സുഖമായി സ്ഥിതി ഉറപ്പിച്ച് ഏകാഗ്രധീഹി ഏകാഗ്രമാക്കി. എന്തിനെയാണ് ഏകാഗ്രമാക്കിയത്? ആ ബുദ്ധിയെ ഏകാഗ്രമാക്കിയിട്ട് ഭവതനുഗ്രഹൈകാഗ്രഹി അവിടുത്തെ അനുഗ്രഹത്തെ മാത്രം ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക് എന്ന് വിചാരിച്ച് അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സമാധിബലം ആദധേ ആ സമാധിബലത്തെ ആശ്രയിച്ചു. അങ്ങനെ സമാധിയെ കൈക്കൊണ്ടു ബ്രഹ്മാവ്. താഴെ പോയി നോക്കി, ആരെയും കണ്ടില്ല. താമരപ്പൂ എവിടെന്നാ വന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശയോടുകൂടി തിരിച്ച് ആ താമരപ്പൂവിനുള്ളിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് തൻ്റെ ബുദ്ധിയെ ഏകാഗ്രമാക്കി അവിടുത്തെ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചിട്ട് ഭഗവാനെ മാത്രം മതി എനിക്ക്, ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. എവിടെയാണ്, എന്താണ് ഈ താമരപ്പൂ, എവിടെ വന്നു, എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയണ്ട എന്നുള്ള വിചാരത്തോടു കൂടി സമാധിബലമാധതേ ആ ഉറച്ച സമാധിയെ കൈക്കൊണ്ടു. എന്ന് പറഞ്ഞാൽ സമാധി പൂണ്ട് താമരപ്പൂവിനുള്ളിൽ അങ്ങനെ ഇരുന്നു എന്ന് അർത്ഥം. ഇവിടെ അടുത്ത ശ്ലോകം നോക്കാം. 5-ാമത്തെ ശ്ലോകം. ശതേന പരിവത്സരൈർ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃത സഖലു പത്മിനി സംഭവഃ അദൃഷ്ടചരമദ്ഭുതം തവ ഹി രൂപമന്തർദൃശ വ്യചഷ്ടപരിതുഷ്ടധീർ ഭുജഗഭോഗഭാഗാശ്രയം സഹ പത്മിനി സംഭവഃ ഖലു ശതേന പരിവത്സരൈഃ ദൃഢസമാധിബന്ധോല്ലസത് പ്രബോധവിശദീകൃതഃ പരിതുഷ്ടധീഃ അദൃഷ്ടചരം അദ്ഭുതം ഭുജഗഭോഗഭാഗാശ്രയം
തവ രൂപം അന്തർദൃശ വ്യചഷ്ട ഹി. അങ്ങനെ തിരിച്ച് താമരപ്പൂവിൽ വന്നിരുന്നു. ശതേന പരിവത്സരൈർ ദൃഢസമാധി ബന്ധോല്ലസദ് സഹ പത്മിനി സംഭവ. ആ പത്മിനി സംഭവൻ, ആ പത്മജൻ, ആ ബ്രഹ്മാവാകട്ടെ ശതേന പരിവത്സരൈഹി എന്ന് പറഞ്ഞാൽ 100 പരിവത്സരൈ എന്ന് പറഞ്ഞാൽ 100 സംവത്സരം കൊണ്ട്, 100 ദിവ്യ സംവത്സരം കൊണ്ട്. നമ്മൾ പഠിച്ചു, നമ്മുടെ ഒരു 360 വർഷങ്ങളാണ് അവിടുത്തെ ഒരു ദിവ്യ സംവത്സരം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ 100 ദിവ്യ സംവത്സരം കൊണ്ട് ദൃഢസമാധി ബന്ധോല്ലസ, ആ സമാധിയിൽ അങ്ങനെ ഇരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ബ്രഹ്മാവ് പോയി അന്വേഷിച്ചിട്ട് ഭഗവാന്റെ തിരുവുടൽ കാണാതെ, ആ ഭഗവാനാകുന്ന ആശ്രയത്തെ കാണാതെ തിരിച്ചു വന്ന് താമരപ്പൂവിനുള്ളിൽ സുഖനിഷണ്ണ ഏകാഗ്രധീഹി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഏകാഗ്രമായ സമാധിയെ പ്രാപിച്ച ആ അവസ്ഥ എത്ര കാലം തുടർന്നു? 1-2 വർഷമല്ല, 100 ദിവ്യ സംവത്സരം. അതായത് 360 × 100, അങ്ങനെ 36,000 വർഷം സമാധിയെ അങ്ങനെ ധരിച്ചതിനാൽ എന്ത് സംഭവിച്ചു? ദൃഢസമാധി ബന്ധോല്ലസത്, അങ്ങനെ തെളിഞ്ഞ്, ബുദ്ധിയെല്ലാം തെളിഞ്ഞു, ഉറച്ച സമാധിയെ പൂണ്ടതിനാൽ അജ്ഞാനമുണ്ടായി ബ്രഹ്മാവിന്. മനസ്സിലെ മാലിന്യമെല്ലാം വിട്ടു, അതെല്ലാം പോയി, നല്ല പ്രകാശം വന്നു മനസ്സിനുള്ളിൽ. പ്രബോധ വിശദീകൃത, അങ്ങനെ പ്രബോധ ജ്ഞാനമുണ്ടായി, മനസ്സ് തെളിഞ്ഞുണർന്നു. പരിതുഷ്ടധീ, അങ്ങനെ മനസ്സിൽ ആനന്ദവും, തുഷ്ടനായി, സന്തുഷ്ടനായി, വളരെയധികം നിറഞ്ഞ ആനന്ദത്തോടു കൂടി ആ മനസ്സോടുകൂടി അദൃഷ്ടചരം അദ്ഭുതം. അദൃഷ്ടചരം എന്ന് പറഞ്ഞാൽ മുമ്പ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആശ്ചര്യജനമാണ്, ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നതായ ഒരു കാഴ്ച കണ്ടു. എന്താണ് കണ്ടത്? ഭുജഗഭോഗഭാഗാശ്രയം തവ രൂപം. ആ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ അത്ഭുതകരമായ ആ ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ വളരെ ആശ്ചര്യജനകമാണ്. അതുപോലെ എന്താണത്? ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭുജഗ ഭോഗ ഭാഗാശ്രയം. അതായത് ഭുജഗ ഭാഗാശ്രയം എന്ന് പറഞ്ഞാൽ ഭുജഗത്തിൻ്റെ, അതായത് ഭുജഗം പാമ്പാണ്, ഇവിടെ ശേഷനാണ്, ആദിശേഷനാണ്, നാഗത്തിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ നാഗത്തിൻ്റെ ആ ശേഷനാഗത്തിൻ്റെ ഒരു ഭാഗത്തെ ആശ്രയമാക്കിയിരിക്കുന്ന തവരൂപം, ഭഗവാന്റെ ആ തിരുവുടൽ, ഭഗവാന്റെ ആ ശരീരം, ഒരു ഭാഗത്തെ മാത്രമേ, അതായത് നാഗം ഇങ്ങനെ വലിയ, ആദിശേഷനും നമുക്കറിയാം ഭഗവാന്റെ അവതാരമാണ്, ഇങ്ങനെ സമുദ്രത്തിൽ ഇങ്ങനെ കിടക്കുക, അതിൽ ഒരു ശകലം സ്ഥലം പോരെ ഭഗവാന് കിടക്കാനായിട്ട്. അങ്ങനെ ഒരു ഭാഗത്തെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ശരീരം അതെങ്ങനെയുള്ളതാണ്? മുമ്പ് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആശ്ചര്യജനകമാണ്. അങ്ങനെയുള്ള ആ ആദിശേഷൻ എന്ന നാഗശ്രേഷ്ഠൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വിശ്രമിക്കുന്ന ഭഗവാന്റെ തിരുവുടൽ കണ്ടു. കൃഷ്ണ ഗുരുവായൂരപ്പ അവിടുത്തെ തിരുവുടൽ എങ്ങനെയാണ് കണ്ടത്? അന്തർദൃശ വ്യചഷ്ടഹി വ്യചഷ്ട പരിതുഷ്ടധീ ഭുജഗഭോഗഭാഗാശ്രയം. വളരെ നിറഞ്ഞ ആനന്ദത്തോടുകൂടി തൻ്റെ അകക്കണ്ണുകളാലാണ് കണ്ടത്. അതായത് യോഗശക്തി കൊണ്ട് ഉറച്ച സമാധിയെ പൂണ്ടതിനാൽ ആ മനസ്സ് തെളിഞ്ഞ്, മനസ്സിലെ മാലിന്യമെല്ലാം പോയി, ജ്ഞാനം കൊണ്ട് നിറഞ്ഞു മനസ്സെല്ലാം. അങ്ങനെ ആ മനസ്സിലാണ്, ആ അന്തർദൃഷ്ടിയിലാണ് ഈ ഭഗവാന്റെ ശരീരം ശേഷശയ്യമേൽ കണ്ടത്. ഇനി അടുത്ത 6ാമത്തെ ശ്ലോകം നോക്കാം. കിരീടമകുടോല്ലസ കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത്കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനെ ദർശിതം. കിരീട മകുടോല്ലസത് കടക ഹാര കേയൂര യുഗ് മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസത് കൗസ്തുഭം കമലജന്മനെ ദർശിതം ഐ തത് വപുഹു ഭാവയേ. ഇനി ഭഗവാന്റെ
ആ കണ്ട രൂപം എങ്ങനെയാണെന്ന് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. അന്തർദൃഷ്ടി, അതായത് മനക്കണ്ണുകൊണ്ടാണ് കാണുന്നത്. സമാധി കൊണ്ട് തെളിഞ്ഞ മനസ്സോടുകൂടി ആ ജ്ഞാനം തപശക്തിയാൽ കാണുകയാണ്. ആ അന്തരംഗത്തിലെ മാലിന്യമെല്ലാം പോയി മനക്കണ്ണുകൊണ്ടാണ് ഭഗവാന്റെ ശരീരം കണ്ടത്, ശേഷശീയമേൽ കിടക്കുന്നു. അങ്ങനെ കിരീടം, അതായത് കിരീട മകുടമല്ല, കിരീടവും മകുടവും രണ്ടും ശിരസിലണിയുന്ന വസ്തുക്കളാണ്. തിളങ്ങുന്ന കിരീടവും മകുടവും, ഉല്ലസിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകാശിക്കുന്ന, തിളങ്ങുന്ന. ഇനി അത് കടകഹാര കേയൂരയും, അതായത് അതുമാത്രമല്ല, കടകമുണ്ട്, വളകളുണ്ട്, ഹാരം മാലകളുണ്ട്, കേയൂരം തോൾവളകളുണ്ട്, മുത്തുമാലകൾ, വളകൾ, തോൾവളകൾ എന്നിവയോട് കൂടിയതാണ്. യും എന്ന് പറഞ്ഞാൽ കൂടിയത്. മണിസ്ഫുരിത മേഖലം, മണികൾ, അതായത് രത്നങ്ങൾ പതിച്ച അല്ലെങ്കിൽ മുത്തുകൾ പതിച്ച, രത്നങ്ങളാലും മുത്തുകളാലും ഇങ്ങനെ പളപളാന്ന് മിന്നുന്ന അരഞ്ഞാണാണ് മണിസ്ഫുരിത മേഖലം. അത് ആ അരഞ്ഞാണിലും നിറയെ രത്നങ്ങളും മുത്തുകളും പതിച്ച് പളപളാന്ന് മിന്നുന്നതാണെന്ന്. സുപരിവീത പീതാംബരം, സുപരിവീത, അതായത് എവിടെയാണ് സുപരിവീത പീതാംബരം? പീതം മഞ്ഞപ്പട്ടാണ് പീതാംബരം. അമ്പരം വസ്ത്രം, പീതം ഇവിടെ മഞ്ഞപ്പട്ട് എങ്ങനെ ചേർത്തിരിക്കുന്നത്? വളരെ ഭംഗിയോടുകൂടി സുപരിവീത പീതാംബരം, മഞ്ഞപ്പട്ടുടയാട വളരെ ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. കളായ കുസുമപ്രഭം, എല്ലാവരും നോക്കുക, അങ്ങനെ ശേഷനാഗത്തിൻ്റെ മുകളിൽ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിളങ്ങുകയാണ്. കടകം, കിരീടം, മകുടം, തോൾവളകൾ, മുത്തുമാലകൾ, അതുപോലെ വളകൾ, പിന്നെ രത്നങ്ങൾ രത്നങ്ങൾ പതിച്ച അരഞ്ഞാൺ, അത് കഴിഞ്ഞ് മഞ്ഞപ്പട്ടുടയാട നല്ല ഭംഗിയിൽ ചാർത്തിയിരിക്കുന്നു. അതുപോലെ കളായ കുസുമപ്രഭം, കായാമ്പൂവിൻ്റെ ആ പൂക്കളുടെ ആ കായാമ്പൂവിൻ്റെ പ്രഭയോടുകൂടിയ, ശോഭയോടുകൂടിയതാണ് ശരീരം, അല്ലേ? ഗളതലോല്ലസത് കൗസ്തുഭം, ഇനി ഗളം കഴുത്തിലേക്ക് വന്നപ്പോഴും ആ കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം അങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. കമലജന്മനെ ദർശിതം, കമലജന്മനെ ദർശിതം ആയി. പത്മജന് നേരത്തെ 8ാമത്തെ ദശകത്തിൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലേ? ആ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്ത ആ തിരുവുടൽ തന്നെയാണ് ഇപ്പോഴും ബ്രഹ്മാവ് തൻ്റെ മനക്കണ്ണുകൊണ്ട് കണ്ടത്. അങ്ങനെ ആ കമലജന്മനെ ദർശിതമായി ആ ബ്രഹ്മാവ് കണ്ടതായ ആ ശരീരം, ആ തിരുവുടൽ, ആ ഭഗവാന്റെ തിരുവുടൽ, തത് വപുഹു, അവിടുത്തെ ആ തിരുവുടലിനെ ഭാവേ, ഞാൻ ഭാവേ എന്ന് പറഞ്ഞാൽ ഞാൻ ധ്യാനിക്കുന്നു ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ. ബ്രഹ്മാവിനെ അകക്കണ്ണിൽ കാണിച്ചു കൊടുത്ത ഭഗവാന്റെ ആ തിരുവുടൽ, അതായത് തലയിൽ ശിരസിൽ കിരീടം, മകുടം ഇവ ചാർത്തിയിരിക്കുന്നു. തോൾവളകൾ, മുത്തുമാലകൾ, വളകൾ ഇവ അണിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അരഞ്ഞാണിലാണെങ്കിൽ രത്നങ്ങൾ ഇങ്ങനെ പളപളയെന്ന് മിന്നുന്നു. മഞ്ഞപ്പൊട്ടുടയാടെ മൂടിയിൽ ചാർത്തിയിരിക്കുന്നു. ആ കായാമ്പൂവിൻ്റെ ആ പൂക്കളുടെ ശോഭയോടുകൂടി അവിടുത്തെ ശരീരത്തിൽ കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. ആ രൂപം ആ ബ്രഹ്മാവിന്, അതായത് കമലജന്മനെ, കമലത്തിൽ നിന്ന് ജന്മം കൊണ്ട ആ ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്ത ആ തിരുവുടൽ ഞാനും ധ്യാനിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.